അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പാർലറിൽ പോകാണ്ട് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് സെമി ഫേഷ്യൽ ചെയ്യാനും. അപ്പോൾ അത്യാവശ്യം വ്യൂസും അതുപോലെ തന്നെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിയെ നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്, സംഭവം നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്, നമ്മൾക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടികളുടെ ഇങ്ങനെ ഇങ്ങനെ ചമ്പി ചമ്പി ചീക്സ് പറയില്ലേ, അതേപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മാസത്തിൽ നിങ്ങൾ 2 വട്ടം 3 വട്ടമൊക്കെ ഉപയോഗിച്ച് നോക്ക്, അപ്പം നമുക്ക് നല്ല മാറ്റം വരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ എടുക്കണേ. അപ്പോൾ നമുക്ക് വേറെ പിമ്പിൾസോ അതുപോലെ തന്നെ വേറെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത കാരണം വേറെ ആൻറ്റി ഏജിങ്ങും അതുപോലെ തന്നെ ഫേസ് ആകാൻ ഡ്രൈ ആവണത് അങ്ങനത്തെ ഒന്നും നമുക്ക് വരില്ല. അപ്പോൾ നമുക്ക് 100% വിശ്വസിച്ചിട്ട് ഇത് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് എഫക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഈ പ്രൊഡക്റ്റ് മേടിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസവഞ്ചനയല്ലേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ അതൊന്നും റെക്കമെൻഡ് ചെയ്യണില്ല. ഞാനിപ്പോൾ വീട്ടിലുണ്ടാവണേ എൻ്റെ കുറച്ച് പൊടിക്കൈകൾ ഞാനിപ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് അത് മേടിച്ച് ചെയ്യാനും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. ഒന്നാമത് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനിതുപോലെ ഓരോന്നൊക്കെ കണ്ട് ഓരോന്ന് പരീക്ഷിച്ച് നോക്കും, എൻ്റെ ഫേസിലായാലും ഹെയറിലായാലും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്, ചിലത് പാളിപ്പോവും, ചിലത് നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ ഓക്കെ ആയിട്ട് കിട്ടിയ ഒരു സംഭവം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോണത് ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കൊരു 2 ഇൻഗ്രീഡിയൻറ്റ് മതി. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി എടുക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. നമ്മൾ പർപ്പിളിലും അതുപോലെ തന്നെ വേറെ നമ്മൾ ഓൺലൈൻ സൈറ്റിലൊക്കെ നമ്മൾ ഫേസ് മാസ്ക് മേടിക്കല്ലോ, ഷീറ്റ് പോലെ മേടിക്കില്ലേ. ആ ഷീറ്റ് നമ്മൾ എന്താ ആ കവർ പൊട്ടിച്ച് നമ്മൾ ആ ഷീറ്റ് നമ്മുടെ മുഖത്ത് ഒട്ടിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഉരുതുര കളയും. അപ്പോൾ അതേപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പൊടിക്കൈ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. പിന്നെ വാക്സിംഗ് ഒന്നും പോലെ ഇല്ല, എന്നാലും നമുക്ക് നമ്മുടെ മുഖത്ത് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ കൂട്ട് നമുക്ക് ഫേസിൽ ഇടേണ്ട കൂട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ എൻ്റെ കൂടെ വരില്ല എല്ലാവരും. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിങ്ങളെടുത്തൊരു നോട്ടിഫിക്കേഷൻ ബട്ടൺ കിടക്കണില്ലേ, അതൊന്ന് ബെൽ ബട്ടൺ, ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട, പിന്നെ ഒരു കാപ്പിപ്പൊടി, ഒരു ബ്രൂവിൻ്റെ ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റ്. ഇവിടെ ഉള്ളത് എനിക്കുള്ളത് തരി കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത് തരി കുറവുള്ളതാണ്. തരി കൂടുതൽ എടുത്തുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വല്ല സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് കാരണം കേട്ടോ തരി കുറവുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചത്. പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ, ഇതിപ്പോൾ ഒരു ബണ്ടിലുണ്ട്, അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൽ 1-2 മതി, അത് നമുക്ക് അങ്ങനെ നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം, നമ്മുടെ ഈ മുട്ട ഒരു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ടാസ്ക് പരിപാടി എനിക്ക്. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളം മാത്രം ഒന്ന് എടുക്കാനുള്ള ഒരു ഹോള് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ അതേ ഞാനിവിടെ ഒരു ഹോൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് നമുക്ക് ഈ വെള്ളേനെ മാത്രം ഒഴിക്കണം. അത് കുറച്ച് പരിപാടിയാണ്, എന്നാലും ഇത്തിരി മഞ്ഞ വന്നാലും കുഴപ്പമൊന്നുമില്ല. കിട്ടാനില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാല്ലേ, ശരിക്ക് ഹോൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇന്നിപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഞാൻ എന്നും ഉണ്ടാക്കുമ്പോഴേ ആ മഞ്ഞൊക്കെ പോരും, കുഴപ്പമൊന്നുമില്ല. മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റമിൻ റിച്ച് സാധനമല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ലേശം മഞ്ഞ വീണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ വെള്ളം എടുക്കണത് ഇതിൻ്റെ പ്രോട്ടീനാട്ടാ. നമ്മളിപ്പോൾ മഞ്ഞ എടുക്കണില്ല, മഞ്ഞ കുറച്ച് വീണാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്കിതേ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാപ്പിപ്പൊടി പൊട്ടിക്കുക. ഈ കാപ്പിപ്പൊടി പൊട്ടിച്ചിട്ട് ഇതിലിങ്ങനെ കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ അതേ ഞാനിവിടെ കാപ്പിപ്പൊടി പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്ര അധികം വെള്ളേര ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ 2 പേർക്ക് ഉണ്ടാക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് കാരണമായിട്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തത്. എന്തായാലും ഇട്ടില്ലേ, ഇനി മുഴുവൻ കാപ്പിപ്പൊടി ഇടാം. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കേട്ടാ, നാശാവില്ല. അപ്പോൾ ഇത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ട് ഇൻഗ്രീഡിയൻറ്റ്, മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യാന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും മാസ്ക് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതിയിട്ടാ. മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ കാപ്പിപ്പൊടി. ഞാനിവിടെ എടുത്തത് ഇത്തിരി കൂടിപ്പോയി, കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ലേ, അപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ മുട്ടയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ. മുട്ട പ്രോട്ടീൻ റിച്ച് ഫുഡാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ കാപ്പിപ്പൊടി അറിയാലോ, നമ്മുടെ മുഖത്ത് എക്സ്ട്രാ ഉള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ. ഇത് ജസ്റ്റ് കാപ്പിപ്പൊടി വെറുതെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെറുതെ മുഖം കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസിൽ നമ്മുടെ നോസ് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി വെച്ചോട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോസ് പിൻ ഒരു തടസ്സമായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ ഊരി വയ്ക്കുക. പിന്നെ ഞാനിപ്പോൾ മുടി അയച്ചിട്ട് കൊടുക്കല്ലേ, മുടി കെട്ടി വെക്കണം കേട്ടാ. അല്ലെങ്കിൽ ഈ എക്സ്ട്രാ മുടിയൊക്കെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് വലിക്കുമ്പോൾ നമ്മുടെ മുടി നമ്മുടെ തലയൊക്കെ വേദന എടുത്തിട്ട് ഉണ്ടാവില്ല. പിന്നെ അധികം നേരം ഡ്രൈ ചെയ്യാണ്ട് വെക്കുക. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാക്സ് ചെയ്ത പോലെയാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ലേഡീസിന് മാത്രമല്ല കേട്ടോ, ഇത് ജെൻസിനും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക ജെൻസിനും ആണുങ്ങളിൽ ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ തന്നെ മുഖക്കുരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടിഷ്യൂ നമ്മളിങ്ങനെ തൊലിരിച്ച് വരുമ്പോൾ ആ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോരും. അധികം ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്കിനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മുടി കെട്ടി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ നോസ് പിന്നുകളൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യാൻ ബ്രഷ് ഉള്ളവർക്ക് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷ് ഒന്നും എടുക്കില്ല, നമ്മളിപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് ഒരു കോട്ടിങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ പിന്നെ ഒന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫേസിൽ ചെയ്യുമ്പോൾ നെക്കും കൂടി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അല്ലെങ്കിൽ രണ്ട് കളറായി പോകും. അപ്പോൾ ഞാനിത് വേഗം അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നു. പേടിക്കണ്ട, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കാം. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് ഉണങ്ങണായിട്ട് മുന്നേ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ പുരുകത്തുമ്പോൾ ഒന്നും ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഹെയറൊക്കെ ഉള്ളിടത്ത് നമുക്ക് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ അതേ അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കില്ലേ, കഴുത്തിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ എനിക്ക് വെള്ളത്താടിയും വെള്ളമീശയൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറിൽ ഒന്നും കൂടി നനച്ച് കൊടുക്കാം. നമ്മുടെ ഇതില്ലേ ഫേസ് പാക്ക്, ഫേസ് മാസ്ക്, അത് നമുക്ക് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതൊക്കെ ഒന്നും കൂടി ആ മാസ്കിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അധികം സംസാരിക്കാൻ പാടില്ല കേട്ടോ. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആകുമ്പോഴേ ഒരു വലിച്ചൽ വരും. അപ്പോൾ ഇപ്പം എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ക്യാമറയിൽ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം കണ്ണാട നോക്കിയിട്ടാലും പിന്നെ നമ്മൾ വേറെ ക്യാമറയും കാര്യങ്ങളും നോക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആയിട്ട് നമുക്കിതൊന്ന് വലിച്ചെടുക്കാം. വല്ലാണ്ട് ഡ്രൈ ആവാൻ നിൽക്കണ്ട. വല്ലാണ്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഹെയർസൊക്കെ വലിക്കുമ്പോൾ വേദന എടുക്കും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ, ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുള്ളൂ, അധികം ഡ്രൈ ആക്കാനും വെച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ടിഷ്യൂ പേപ്പർ ഊരിയെടുക്കാം. അപ്പോൾ ചെറിയ ഹെയർ ഉള്ളിടത്തൊക്കെ ഇത് ഊരിയെടുക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദന എടുത്തു തുടങ്ങും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെയറിൻ്റെ അവിടെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ മുട്ടയല്ല നമ്മളിതിൽ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ മുട്ട എന്തായാലും ഒന്ന് ഉണങ്ങും. അപ്പോൾ ആ സൈഡൊക്കെ ചെറുതായിട്ടൊരു വേദന എടുക്കും. ആ വേദന എടുത്താലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോസിൻ്റെ അവിടെയും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് ഈ ടിഷ്യൂ പേപ്പർ നമ്മളിങ്ങനെ ഉരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് പോരാൻ പറ്റും. ഇപ്പോൾ എനിക്കധികം വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്ന കാരണം എനിക്ക് നല്ലത് എഫക്റ്റാണ് കേട്ടോ. അത് മാത്രമല്ല ഈ മാസ്ക് ഇങ്ങോട്ട് ഊരുമ്പോഴേ എനിക്ക് നിങ്ങളോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അത് കാരണമായിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ. ഇനിയിപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് കഴുകി വന്നിട്ട് കഴുകിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു. ജസ്റ്റ് ഒന്ന് നമുക്ക് വല്ലാണ്ട് അമർത്തി തുടയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ വ്യത്യാസം? ഞാൻ അധികം ഡ്രൈ ആക്കി വെച്ചില്ല കേട്ടോ ഫേസിൽ. അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോൾ ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വല്ലവരും വന്ന് കോഴിയും ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോന്തയും കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അവർ പേടിക്കും. എനിക്ക് തന്നെ എൻ്റെ
ഇതിലിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായല്ല, എനിക്കെന്തോ ഞാൻ തന്നെ എന്നെ കുറേ ട്രോളി ആയില്ല, ഇതെന്ത് കോലം, സോംബിയോ, ഇവിടെ തേറ്റ് വന്ന കോലം, അങ്ങനെയൊക്കെ. അപ്പം മാക്സിമം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോൾ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ഇടാൻ നിന്നാൽ മതിയിട്ടാ. അഥവാ അബദ്ധവശാൽ വല്ലവരും വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പിന്നെ നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഇന്നത്തെ ഹാക്ക് ഓക്കെയാണ്. എനിക്ക് മുന്നേ ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ വീഡിയോ ഒക്കെ വന്നില്ലേ, അപ്പോൾ അതിനെക്കാട്ടും എനിക്ക് ഫേസ് നല്ല ചേഞ്ച് ആയ പോലെയുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ ഗ്ലോ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഹാക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ചെയ്യണവരുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടിഷ്യൂ പേപ്പർ ഇപ്പം ഞാൻ ഒരെണ്ണമല്ല ഒട്ടിച്ചത്, അപ്പോൾ മാക്സിമം 1-2 വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പറിക്കുമ്പോൾ കറക്റ്റ് പോരില്ല. ഇപ്പം പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മുറിച്ചിട്ടല്ല ഒട്ടിച്ചത്, അല്ലാണ്ട് ഫേസിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഒട്ടിച്ച് വെക്കുമ്പോൾ 2 ആയിട്ട് ഒട്ടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ഇങ്ങനെ കിട്ടയില്ല, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഫേസിൽ എനിക്ക് നല്ല മാറ്റം തോന്നി. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇനി ഇതുപോലെ ഒരു DIY ഹാക്സ് ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാം. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് ഞാൻ, നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. ബൈ.